വീട് എത്ര BHK? 3 BHK. ആർക്കൊക്കെ 3? ഒന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും, ഒന്ന് അടിക്കുമ്പോ രണ്ടുപേരും 2 റൂമിൽ കിടക്കാൻ, ഒന്ന് പിള്ളേർക്ക്, അങ്ങനെയാണോ? എങ്ങനെയാ പ്ലാൻ? ഒന്ന് ഗസ്റ്റ് ബെഡ്റൂം. പ്ലാൻ വല്ലതും ഉണ്ടോ? അല്ല, എന്നടുത്ത് ചേച്ചി എപ്പോഴും പറയും ഇവിടെ ഒന്ന് താമസിക്കാനൊക്കെ. ഈ മനുഷ്യൻ ഇവിടെ നിൽക്കാറുണ്ടോ? ഞാനല്ലേ ചേച്ചിയുടെ കൂടെ കൂടുതൽ ഇപ്പൊ സമയം ഈ ഫ്ലാറ്റൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് എവളായിരുന്നു. എന്ത് ചെയ്യാതാ? എന്തുവാ പാലേജിന് ഒരാഴ്ച മുന്നേ മൊത്തം അതൊന്നും ഇവിടെ പറയായിരുന്നു. ലക്ഷ്മിയുടെ ഒരു അനിയത്തിയെ പോലെ ഒരു അടിമയായി അവളുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ആ സ്നേഹം ഉണ്ടോ ചോദിക്കേ? ഞാനത്ര സ്നേഹം കാണിക്കുന്നു, എന്തെങ്കിലും കാണിക്കും. ഇവര് തമ്മിൽ പ്രേമമാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഹലോ, എക്സ്ക്യൂസ് മീ. എന്റെ പെണ്ണുമ്പിള്ളെ വളച്ചോണ്ട് പോലാൻ പോനാ പരിപാടിയൊക്കെ അതെന്റെ മിടുക്ക്. നമ്മളെ വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതായത് ഇത് ഈ പരുവത്തിലാക്കി തന്ന ഒരു സുഹൃത്തിനെ എനിക്ക് ഈ കൂട്ടത്തിൽ പരിചയപ്പെടുത്തണം കേട്ടോ. അതുകൊണ്ട് അതാണ് എനിക്ക് ഇതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഒരു 14-15 ദിവസം സമയമുണ്ട്. അതായത് നീ കണ്ടയാണല്ലോ. അപ്പം നമുക്ക് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിയാണ് ഇത് മൊത്തം ഈ പരിപാടി നമ്മൾ സെറ്റ് ചെയ്തത്. പുള്ളി ഒന്ന് വിളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും. പുള്ളിയുടെ അപ്പൊ ഇതിനകത്ത് സെറീന ആക്ച്വലി സ്പെഷ്യലായിട്ട് എനിക്ക് പുള്ളിയെ പരിചയപ്പെടുന്നത്. അജരാജ് എന്നാണ് പേര്. ഇറ്റേറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഓണറാണ്. അവരാണ് ആർക്കിടെക്ട്സ് നമ്മുടെ മെയിൻ. അപ്പൊ ഇതിൽ എനിക്ക് സ്പെഷ്യലായിട്ട് ഇതേതോടെ നന്ദി പറയാനുള്ള മറ്റൊന്നും കൊണ്ടല്ല, ഒരു 14 ദിവസം സമയം നമ്മൾ എടുത്തിട്ടുള്ളൂ അല്ലേ? ടോട്ടൽ പ്ലാനിങ് ഉൾപ്പെടെ നമ്മളൊരു 20 ദിവസം എടുത്തത്. 5 ദിവസം ഡിസൈനിങ്ങിനും ബാക്കി 14 ഡേയ്സ് വർക്കിന് വേണ്ടി. അതായത് നിങ്ങൾ കണ്ട ഇതിങ്ങനെ കിടന്നതല്ല, ഇത് ആക്ച്വലി ഫർണിഷ്ഡ് ഫ്ലാറ്റ് ആയിരുന്നു. ഞാൻ വാങ്ങിയത് തന്നെ ഫർണിഷ്ഡ് ഫ്ലാറ്റാണ് വാങ്ങിയത്. ഫർണിഷ്ഡ് ഫ്ലാറ്റ് വാങ്ങിയിട്ട് പിന്നെ ഇത് പൊളിക്കണം. സംഭവം പ്ലെയിൻ ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പണിയാൻ കുറച്ചൊരു എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇവരുടെ തന്നിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്ത് വീഡിയോ എടുത്ത് വെച്ചാൽ നമുക്ക് അല്ലാതൊരു വീഡിയോ ഇടാം. അതായത് അങ്ങനെ ഈ പൊളിക്കുന്നത് എടുക്കുന്നത് ഇങ്ങനെ 1 day 1 day 2 day 3 എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നീ ഉൾപ്പെടെ പല ആൾക്കാരും വന്നു കണ്ട് ഫ്ലാറ്റിന്റെ അസോസിയേഷനെ പലരും വന്ന് വെച്ച് പണി തീരുമെന്ന്. എനിക്ക് തലേ ദിവസം പോലും എനിക്ക് ഉറപ്പില്ലായിരുന്നു. നന്ദിയും കൂടെ പറയാനാണ് വിശേഷങ്ങൾ ചോദിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മള് ഇവന്റെ ഫ്ലോറിംഗ് എല്ലാം ടൈൽസ് ആയിരുന്നു. എനിക്കിതിനകത്ത് സംഭവിച്ചൊരു കൊച്ചു സാമ്പത്തിക നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു ഫർണിഷ്ഡ് ഫ്ലാറ്റ് വാങ്ങിയിട്ട് അതുകൊണ്ടാണ് AC പഴയതിരിക്കുന്നത്. അത് പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞതാ, അതെങ്കിലും അവിടെ ഇരിക്കട്ടെ. കണ്ണ് കെട്ടാതെ സാധാരണ നമ്മളിങ്ങനെ ഓരോന്നിടത്ത് ഫ്രണ്ട് ഒരാൾ വന്ന് കയറുമ്പോൾ ഫസ്റ്റ് ഇല്ല കണ്ണടി എന്നൊക്കെ പറയുമല്ലോ, നേരെ തിരിച്ചു ഫസ്റ്റ് ഇല്ല പഴയ AC നോട്ടം പോകും. ഇത് അതെന്താ അഖിലേട്ടാ പഴയ AC വെച്ചേക്കുന്ന അവന്റെ മനസ്സിന്റെ കുശും അവിടെ തീരട്ടെ. അല്ല പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും കണ്ടാലും ഉണ്ടല്ലോ, നന്നാവുന്നത് മനുഷ്യർക്ക് ഇഷ്ടമല്ലല്ലോ. എനിക്കിഷ്ടമാ. ആണോ? ഇയാള് മാത്രം ഒരു വെറൈറ്റി സെറീന, സീക്രട്ട് സെറീന.